രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. വാ ശിവാനി, ബെഡിലേക്ക് കയറി കിടക്ക. നശിച്ചു. എല്ലാ നാടകങ്ങൾക്കും കർട്ടൻ വീഴാൻ പോവാ. ആത്മഹത്യയല്ലാതെ ഇനി ഒരു വഴിയും എന്റെ മുന്നിലില്ല. വരൂ മാഡം, കിടക്ക് മാഡം. ശിവാനി, നെർവസ് ഒന്നും ആവണ്ട. ഞാൻ പ്രഗ്നന്റ് അല്ലാന്ന് ഇവർക്ക് മനസ്സിലായതുപോലെ ഉണ്ടല്ലോ. എഴുന്നേറ്റു ശിവാനി. ശിവാനി പ്രഗ്നന്റ് ആണെന്ന് ഏത് ഡോക്ടറാ പറഞ്ഞത്? ഡോക്ടർ പ്ലീസ്, ഞാൻ പ്രഗ്നന്റ് അല്ലെന്നുള്ള കാര്യം അവരോട് പറയരുത് പ്ലീസ്. പ്ലീസ് ഡോക്ടർ, ഞാൻ ഡോക്ടറിന്റെ കാല് പിടിക്കാം. ഒരു സത്യവും പ്രണവോ നിധിയോ അറിയരുത്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് മാത്രം അവരോട് പറയാൻ പറ്റുമോ? എന്നെ രക്ഷിക്കണം. ഞാൻ ഡോക്ടർക്ക് എത്ര പണം വേണമെങ്കിലും തരാം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എന്നെ കുറിച്ച് കുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ കള്ളം പറയണമെന്നോ? നടക്കുന്ന കാര്യമല്ല. താനങ്ങോട്ട് മാറ. പ്ലീസ് ഡോക്ടർ, പ്ലീസ് പ്ലീസ് ഡോക്ടർ. സത്യം അവരറിഞ്ഞ എന്റെ ജീവിതം തന്നെ തീരും. ആത്മഹത്യയല്ലാതെ പിന്നെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഡോക്ടറിന് ഒരു നഷ്ടവും വരാത്തൊരു കള്ളമല്ലേ? പ്ലീസ് അവരോട് ഞാൻ പ്രഗ്നന്റ് ആണെന്നേ പറയാവൂ. കൈ വിട് ശിവാനി. ചെക്കപ്പ് കഴിഞ്ഞോ ഡോക്ടർ? കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രണവിന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞത്? ഒരു സത്യം ഞാൻ പറയാം, ശിവാനി പ്രഗ്നന്റ് അല്ല. ഡോക്ടറെ, ഡോക്ടർ എന്തീ പറയുന്നേ? ശിവാനി പ്രഗ്നന്റ് അല്ലാന്നത് മാത്രമല്ല, ഇതുവരെ പറഞ്ഞത് മുഴുവൻ കള്ളത്തരങ്ങളായിരുന്നു. ഈ ഡോക്ടർ വെറുതെ പറയുന്നത്. ഞാൻ പ്രഗ്നന്റാ. എന്തുകൊണ്ടാ ഡോക്ടർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രണവേ, നമുക്ക് നമ്മുടെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവാം. അത് മതി. കള്ളായി ഡോക്ടർ പറയുന്നേ. ഷട്ട് അപ്പ്. നിധി, ഞാൻ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാ. ഇതിലെ സ്കാനിംഗ് റിപ്പോർട്ട് നോക്കിയപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നതാ. 100% ഷുവർ ശിവാനി പ്രഗ്നന്റ് അല്ല. അത് മാത്രമല്ല, താൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള വിവരം ഈ കുട്ടിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു നിധി. ഷീസ് വെരി വെരി ഡേഞ്ചറസ് ഗേൾ. നിങ്ങളോട് കള്ളം പറയാൻ വേണ്ടി എനിക്ക് പണം വരെ ഓഫർ ചെയ്തു. പ്രണവ്, ശിവാനി നിങ്ങളെ സത്യത്തിൽ പറ്റിക്കുമായിരുന്നു.
ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശിവാനിക്ക് ഒരിക്കലും ഒരമ്മയാവാനാവില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്താന്ന് വെച്ചാ ഇതെല്ലാം ശിവാനിക്ക് അറിയാമായിരുന്നു എന്നതാ. ഇത്രയും കാലം കള്ളം പറയുമായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ 90% ഫേക്ക് ആണ്. ഈ കുട്ടിയും ആ ഡോക്ടറും ചേർന്ന് ഏതോ ചതി ഒപ്പിച്ചതാണ്. എന്താ ശിവാനി ഇത്? എന്തിനാ നീ ചെയ്തേ? എന്തിനാ നീ എന്നെ പറ്റിച്ച പറ. അത് പിന്നെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ പ്രഗ്നന്റ് ആണെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞേ? ഒരു കുഞ്ഞുണ്ടാവാൻ പോന്നെന്ന് അറിഞ്ഞ് ഞാൻ എന്തുമാത്രം സന്തോഷത്തെ അറിയാമോ? ആരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എന്തിനാ ശിവാനി നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നീ പറഞ്ഞത് കേട്ട എല്ലാവരും എന്തുമാത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അറിയോ? ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യം വിട്. നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഇവന്റെ കാര്യം ഒന്ന് ആലോചിക്കാമായിരുന്നില്ല നിനക്ക്? ഈ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം നിന്നെ നിലത്ത് വെക്കാന്നല്ല ഞാൻ കൊണ്ടു നടന്നേ. എന്റെ സ്നേഹം കണ്ടപ്പോഴെങ്കിലും നിനക്ക് സത്യം പറയായിരുന്നില്ലേ? പ്ലീസ്. മതി, ഒന്നും വേണ്ട, ഇനി ഒന്നും വേണ്ട. എല്ലാം അവസാനിച്ചു. നിന്നോടൊത്തുള്ള ജീവിതവും ഇവിടെ അവസാനിപ്പിച്ചു. പ്രണവേ, ഞാൻ ചെയ്തത് വലിയ തെറ്റ്. ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കും. എനിക്ക് പ്രണവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പ്രണവ്, പ്ലീസ്. ഒരിക്കലും കുട്ടികളുണ്ടാവാത്ത നിന്റെ കൂടെ ഞാൻ എന്തിനു ജീവിക്കണം? ഇവിടെ അവസാനിപ്പിക്കുക ഞാൻ. നീ ഞാനും തമ്മി യാതൊരു ബന്ധവുമില്ല. നീ എന്റെ ആരുമല്ല. ഇവിടുന്ന് തിരികെ ഈശ്വരമംഗലത്തേക്ക് പോലും വന്നു പോരുന്നു നീ. പാടത്തി ഞാൻ പറഞ്ഞോട്ടെ. പ്രണവേ പോലെ പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തത്. പ്ലീസ്, ഇത്തവണത്തേക്ക് എനിക്ക് മാപ്പ് തരണം. ഞാൻ കാല് പിടിക്കാം പ്ലീസ്. പ്രണവ്, ഇതൊരു ചെറിയ തെറ്റല്ല. നിന്നെ കുറിച്ച് ആദ്യമേ അമ്മ ഏട്ടത്തി പറഞ്ഞതാ. ഞാനത് കേട്ടില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത്. തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പോയത്, പറ്റിക്കാൻ വേണ്ടിയൊന്നും അല്ല. വിശേഷം ഉണ്ടെന്ന് നീ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് ഈ ലോകത്ത് കള്ളം പറയൂ ശിവാനി? നിധി, നീയും കൂടെ എന്നെ കുറ്റപ്പെടുത്തല്ലേ. നീയല്ലേ പ്രണവിനോട് എനിക്ക് വേണ്ടി സംസാരിക്കാനുള്ളത്? പ്ലീസ്. നിനക്കിനി എന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ശിവാനി. പ്രണവേ, ഇനി ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യൂല. പ്രണവിനോട് ഒരു കള്ളവും പറയൂല. എന്നെയും കൂടി കൊണ്ടുപോ പ്രണവേ, പ്ലീസ്. പച്ച കള്ളം പറഞ്ഞ നീയേ ഇതിനു മുന്നേ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? എന്തൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും നീ എന്നെ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല ശിവാനി. മേലിൽ നീ എന്റെ കൺവട്ടത്ത് പോലും വന്നു പോരുത്. അയ്യോ പ്രണവേ, അങ്ങനെ പറയല്ലേ. പ്രണവന്റെ കൈവിട്ട ഞാൻ പിന്നെ എന്താ ചെയ്യാ? ആത്മഹത്യ അല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഞാൻ പോയി ചത്തോളയും. നീ പോയി ചാവേ ഭിക്ഷടിക്കുക പണ്ടറിയില്ല ചെയ്യും. ഇങ്ങനെ ഒരുത്തി ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട. അയ്യോ പ്രണവേ, പ്ലീസ് പോലെ. പ്ലീസ് പോലെ, ഞാൻ അപേക്ഷിക്കുക. പ്ലീസ് പോലെ, എന്നെ കൂടെ കൊണ്ടുപോ. എന്നെ ഉപേക്ഷിക്കല്ലേ പ്ലീസ്. എന്റെ കാല് പിടിക്കണ്ട. അതിനുള്ള യോഗ്യത നിനക്കില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പ്രണവേ,